തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. റോഡ് നന്നാക്കാത്തതിന്റെ കാരണം നാട്ടുകാരെ പാഠം പഠിപ്പിക്കാനെന്ന തരത്തിൽ ഉഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ പ്രതിഷേധം കനക്കുന്നു. ഉഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന പാലേരിയുടെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം മുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിനു പിന്നാലെ വൈസ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ലംഘനത്തിനെതിരെ ഇടതുപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നാണ് പ്രതിഷേധിച്ചത്. ഇൻകുലാബ് സിന്ദാബാദ്. വൈസ് പ്രസിഡന്റ് നീതി പാലിക്കുക. വൈസ് പ്രസിഡന്റ് നീതി പാലിക്കുക. ഉഴൂർ പഞ്ചായത്ത് 12-ാം വാർഡ് മേൽമുറി പ്രദേശവാസികളെ അപമാനിച്ച് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ വൈസ് പ്രസിഡന്റ് രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തി. മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ച പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കണമെന്ന് LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഉഴൂർ പഞ്ചായത്തിലെ UDF ഭരിക്കുന്ന പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് മേൽമുറി നിവാസികളുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് മെസ്സേജുകൾ ഇന്ന് കറങ്ങി നടക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലൊക്കെ. ആ പ്രദേശത്തെ പ്രധാന വിഷയമായ മേൽമുറി റോഡുമായി ബന്ധപ്പെട്ട വിഷയം ജനങ്ങളെ ആകെ പരിഭ്രാന്തത്തിലാക്കിയിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ പറയേണ്ട വാക്കല്ല വാട്സപ്പിൽ കൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട റോഡാണ് മേൽമുറിയിലേക്ക് പോണ മേൽമുറി റോഡ്. അതിന് MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് 2 റോഡുകൾക്ക് 50 ലക്ഷം രൂപയാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം MLA അനുവദിച്ചിട്ടുള്ളത്. അതിന് ASും TSുമായി അതിൻ്റെ വർക്ക് മാസങ്ങളോളം മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ വർക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുമ്പോഴാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും നേതൃത്വത്തിലൊക്കെ ഒരു മെസ്സേജുകൾ ഇങ്ങനെ വ്യാപകമായി നടക്കുന്നത്. ഇത്രയും മാസങ്ങളോളം ആ റോഡ് മുടങ്ങിക്കിടക്കുന്നതിനുള്ള കാരണം എന്തെന്ന് വളരെ വ്യക്തമാണ്. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരു മെസ്സേജ് പോലും ഇത്തരത്തിലുള്ള വാക്കിലോ പ്രവൃത്തിയിലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചട്ടലംഘനമാണ്. അത് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് യോജിച്ച പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണം, ആ സ്ഥാനത്ത് നിന്ന് തുടരാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉഴൂർ പഞ്ചായത്തിലേക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് LDFിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് CPMൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഇന്നത്തെ ഭരണസമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ തിരസ്കരിച്ചുകൊണ്ടാണ് UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇറങ്ങിയിട്ടുള്ളത്. അതിനെതിരെ പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് നമ്മുടെ പ്രതിപക്ഷത്തുള്ള 8 മെമ്പർമാർ ഇന്നിവിടെ 9 മെമ്പർമാർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. മേൽമുറി ഓമച്ചപ്പുഴ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരുന്നത്. മേൽമുറിയിലെ ചില ആളുകൾ തന്നെ ബുദ്ധിമുട്ടിച്ചെന്നും അതിനുള്ള പ്രതികാരമാണ് റോഡ് പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോകുന്നതെന്നും തനിക്ക് വീട്ടിലേക്ക് പോകാൻ വേറെ വഴിയുണ്ടെന്നും അതിനാൽ തന്നെ അവർ അനുഭവിക്കട്ടെ എന്നും പറയുന്നതായിരുന്നു ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ജനങ്ങൾ ഇനി പ്രതിഷേധവുമായി വന്നാൽ റോഡ് പണിയെടുക്കാൻ ആൾക്കാർ സമ്മതിക്കുന്നില്ലെന്ന് കാണിച്ച കോൺട്രാക്ടറും താനും എഴുതി നൽകുമെന്നും എന്നാണ് ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. റോഡ് അടച്ചിട്ട് എന്താ പറയുക, മേൽമുറിക്കാർ കുറച്ച് ആൾക്കാർ എന്നെ ഇടങ്ങറാക്കി. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ പകരം വീട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടങ്ങറാക്കിയപ്പോൾ ഞാൻ എന്താക്കി, റോഡ് പണിയുണ്ട് കുറച്ച് ലാഗ് ചെയ്തിട്ടേ അങ്ങനെ ഉണ്ട് കൊണ്ടുപോയി. അതിനെല്ലാവരും ഒന്നാണ്ട് ഇടങ്ങറാവട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ ഇരക്കി വേറെ റോഡുണ്ട്, ബാക്കി എല്ലാവരും ഇടങ്ങറാവട്ടെ. അതാണ് അവസ്ഥ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇനി ആൾക്കാരെന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്താക്കുമെന്ന് അറിയോ, റോഡ് പണി എടുക്കാൻ ആളുകൾ സമ്മതിക്കുന്നില്ല എന്ന് കോൺട്രാക്ടർ ഞാൻ എഴുതി കൊടുക്കും. അപ്പോൾ അത് അവിടെ കിടക്കും. അങ്ങനെ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ റോഡ് പണിയിലൂടെ പകരം വീട്ടണം. എങ്ങനെയുണ്ട് സാറേ, ഉഷാറല്ലേ? നമുക്ക് എത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറോഡ്, പഞ്ചായത്ത് അംഗങ്ങളായ അലവി മുക്കാട്ടിൽ, KP രാധ, KV പ്രജിത, P മൂസക്കുട്ടി, നോവൽ മുഹമ്മദ്, സവിത ചുള്ളിയത്ത്, ഉപ്പത്തിൽ സെലീന, പ്രമീള മാമ്പറ്റിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ താനൂർ.